नमस्कारः। वयं तु कतिपयदिनैः आर्द्रीभूतानां बहूनां कथापात्राणां परिचायने तथा तेषां जीवितपरिसरे एव अस्मः। हृदयस्पर्शिन्यः प्रवृत्तयः। राधिकायाः सखी एवं चारिका, वृक्षः, वृक्षस्य अधः कोडरवासी सर्पः, तापसी, बहवः ते आर्द्रीभूताः आसन्। आर्द्रता तु विश्वभूत्यै इति चिन्तयामः. ഈ പുരാണങ്ങളും കാടകങ്ങളുമൊക്കെ കടന്ന് നമുക്ക് ഇന്നത്തെ ലോകത്തേക്ക് എത്താം. മനുഷ്യരുടെ ഇടയിൽ ഇന്നത്തെ ജീവിത പരിസരങ്ങളിൽ ആർദ്രീഭൂതമാകുന്ന ചില നിമിഷങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. അസ്മാകം തൃതീയഃ പാഠഃ ഭവിഷ്യേതവ. ഇതൊരു തിരക്കഥാംശമാണ്. തിരക്കഥാംശമായതിനാൽ തന്നെ ഇവിടെ നമുക്ക് സിനിമയെക്കുറിച്ചും സംസ്കൃത സിനിമാ ചരിത്രത്തെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചും തിരക്കഥാരചനയെക്കുറിച്ചും പുത്രോ രക്ഷതി എന്ന പേരിലുള്ള ഈ പാഠഭാഗത്തിന് ആസ്പദമായ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുമൊക്കെ ഇതിൽ ചർച്ച ചെയ്യാം. തർഹി പശ്യാമ പടകഥാം ഏക. പ്രഥമവാരം ഭവതി സംസ്കൃതപാഠപുസ്തകേ ഭവതാം പുരതഃ ഏക പടകഥ. തിരക്കഥയുടെ പഠനം തീർച്ചയായിട്ടും ഇത് ആദ്യമായി തന്നെയാണ്. കഥ, രൂപകാണി एवं സംഭാഷണാംശാൻ സർവമപി ഇതഃ പൂർവം പഠിതവന്തഃ. അങ്ങനെയാണെങ്കിൽ ഇവയൊക്കെ എന്താണ് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. കഥ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സന്ദർഭത്തെ അതിനോട് വൈകാരികതയും നാടകീയതയും പല കഥാപാത്രങ്ങളുമൊക്കെ കൂടിച്ചേരുമ്പോൾ അത് മനോഹരമായ ഒരു കഥയായി മാറ്റപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ കഥ അവിടെ ജനിക്കുകയാണ്. നാടകമാകട്ടെ ഒരു കഥയുടെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് അഭിനയത്തിൻ്റെ സാധ്യതകളും സംഭാഷണം, കഥയുടെ മുമ്പോട്ടുള്ള സഞ്ചാരത്തിന് വേണ്ടി സംഭാഷണത്തിൻ്റെതായ ശക്തമായ ഒരു രീതിയും കൂടി ചേരുമ്പോൾ അതൊരു നാടകമായി മാറുകയാണ്. പക്ഷേ തിരക്കഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സിനിമ എന്നത് പ്രധാനമായും ശക്തമായ ഒരു ദൃശ്യാനുഭവമാണ്. ദൃശ്യാനുഭവത്തിൽ ധാരാളം ഇടങ്ങളിൽ അഭിനയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവയ്ക്ക് രണ്ടിനും സപ്പോർട്ടായി അവിടെ സംഭാഷണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതൊരു സിനിമയായി മാറും. ഈ സിനിമയുടെ ഒരു രൂപരേഖയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സാഹിത്യമാണ് എന്നൊക്കെ നമുക്ക് തിരക്കഥയെ വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും കഥയും തിരക്കഥയും രണ്ടും രണ്ട് തന്നെയാണ്. തിരക്കഥ ഒരേ സമയം ഒരു ക്രിയേറ്റീവ് റൈറ്റിങ്ങും ടെക്നിക്കൽ റൈറ്റിങ്ങുമാണ്. എന്തെന്നാൽ ഇതിനെ ആസ്പദമാക്കി വേണം ചലച്ചിത്രമെന്ന ആ കാവ്യം രചിക്കാൻ. एवं चिन्तयतु. अस्माकं पार्श्वे एका कथा विद्यते. कथां
തിരക്കഥാരൂപേണ പരിവർത്തയിതും ശക്യത്തെ. കിം കിം തത്ര അന്തർഭവിതവ്യം, കേന പ്രകാരേണ ഏതാവത് ദൂരം ഗന്തും ശക്യത്തെ. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒരു കഥ നമ്മുടെ കയ്യിലുണ്ട്. ആ കഥ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളെല്ലാം ഒരു സിനിമയിലേക്കാണ്. ആ സിനിമയ്ക്ക് ആധാരമായ തിരക്കഥയാണ് ആദ്യം പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും കഥയിൽ നിന്നും തിരക്കഥയിലേക്കുള്ള ഒന്നാം ഘട്ടത്തിൽ ഇതിൽ വേണ്ട കഥാപാത്രങ്ങളെ നമ്മൾ നിശ്ചയിക്കണം. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ നിശ്ചയിക്കലാണ് ഒന്നാമത്തെ ഘട്ടമായി ചെയ്യേണ്ടത്. അതിനുശേഷം അതിലെ സംഭവങ്ങളെ ക്രമാനുഗതമായിട്ട് വൺ ലൈൻ സ്റ്റോറിയുടെ രൂപത്തിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ ഘട്ടമായിട്ട് ഈ വൺ ലൈൻ സ്റ്റോറിയായി രേഖപ്പെടുത്തിയ കാര്യങ്ങളെ തിരക്കഥയുടെ അംശത്തിലേക്ക്, അഥവാ തിരക്കഥയുടെ ഒരു സംഗ്രഹം എന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സിനോപ്സിസ് എന്ന രീതിയിൽ അതിനെ വിപുലീകരിക്കണം. അതിൽ നിന്നും നമുക്ക് നമ്മുടെ അവസാന ഘട്ടമായ തിരക്കഥാരചനയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു വഴി മാത്രമാണ്. പല രീതിയിലും തിരക്കഥയുടെ എഴുത്തുകൾ നടക്കുന്നുണ്ട്. അതിൽ ഈ രീതിയിലും നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. കഥാപാത്രങ്ങളെ നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓരോ കഥാപാത്രങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ, അവരുടെ സാമൂഹികമായിട്ടുള്ള പശ്ചാത്തലം, അവരുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കേണ്ടതുണ്ട്. കഥാ തന്തുവിനെ ഘട്ടം ഘട്ടമായി വളർത്തി പര്യവസാനത്തിലേക്ക് എത്തിക്കുന്നത് ഈ കഥാപാത്രങ്ങളിലൂടെയാണ്. അതിനാൽ അതിനെ വ്യക്തമായി ആദ്യം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്തെന്നാൽ ഒരു കഥയ്ക്ക് അതിൻ്റെ ഒരു ആരംഭവും അതിൻ്റെ സാമാന്യം വലിയ ഒരു മധ്യഭാഗവും അതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ഒരു അവസാനവും ഉണ്ടാവും. ഈ ഘട്ടങ്ങളിലെല്ലാം കടന്നു പോകേണ്ട കഥാപാത്രങ്ങളെ നമ്മൾ ആദ്യം നിശ്ചയിക്കുക തന്നെ വേണം. നമുക്ക് BC-യിൽ രചിക്കപ്പെട്ടതും ഭരതമുനി എഴുതിയതുമായ നാട്യശാസ്ത്രം എന്ന പ്രാമാണിക ഗ്രന്ഥത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നാട്യത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ ആദ്യകാല ചിന്തകളെ കോർത്തു വച്ചിട്ടുള്ളത് ഈ ഗ്രന്ഥത്തിലാണ്. ഇതിലൊരു ശ്ലോകമുണ്ട്. മുഖം പ്രതിമുഖം ഗർഭോ വിമർശശ്ച തഥൈവ ഹി തഥാ നിർവഹണം ചേതി നാടകേ പഞ്ചസന്ധയഃ. മുഖം, പ്രതിമുഖം, ഗർഭം, വിമർശം, നിർവഹണം എന്നിങ്ങനെ 5 സന്ധികളാണ്, 5 കാര്യങ്ങളാണ് പൂർണ്ണമായ ഒരു നാടകത്തിലുള്ളത്. ഇതിൽ മുഖവും പ്രതിമുഖവും കഥാബീജത്തെ അവതരിപ്പിക്കലും അതിനെ ക്രമേണ പ്രേക്ഷകന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും നിർവഹിക്കുന്നു. ഇതിനുശേഷം വരുന്ന ഗർഭസന്ധിയിലാകട്ടെ ഈ കഥയ്ക്ക് ഒരു ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് തോന്നിക്കുമെങ്കിലും അതിൽ നിന്ന് വീണ്ടും നായകൻ്റേതായ കഥയുടേതായ സംഘർഷങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഇതിൽ വരുന്ന ഈ സംഘർഷങ്ങളും വിവിധ ഭാവങ്ങളും വിവിധ രസങ്ങളും വിവിധ കഥാപാത്രങ്ങളുടേതായ വീക്ഷണകോണുകളുമെല്ലാം വരുന്ന ക്രിട്ടിക്കലായി കഥയെ നോക്കിക്കാണുന്ന ഭാഗമാണ് വിമർശസന്ധി. അതിനുശേഷം നിർവഹണസന്ധി ഇതിൻ്റെ ക്ലൈമാക്സ്. ഇവിടെ തിരക്കഥയെ ചിന്തിക്കുമ്പോഴും തീർച്ചയായിട്ടും തിരക്കഥയെ സാധാരണ പറയുക അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, പിന്നെ അതിൻ്റെ ഒരു മിഡിൽ പോർഷൻ, എൻഡ്
അതിൻ്റെ പരിസമാപ്തി. ഇങ്ങനെയാണ് പറയുക. അപ്പോൾ അവിടെ ഈ 5 സന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു കഥയെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി, പ്രത്യേകിച്ച് സംസ്കൃതം അറിയാവുന്നവർക്ക് കുറച്ചുകൂടി അതിനെ സമഗ്രമായി സൂക്ഷ്മമായി പരിശോധിക്കാനും അതിൽ ഏർപ്പെടാനും കഴിയുക തന്നെ ചെയ്യും. തിരക്കഥയെ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയി കാണുന്നിടത്ത് വളരെ സൂക്ഷ്മമായി ദൃശ്യത്തെക്കുറിച്ചും കാഴ്ചകളെക്കുറിച്ചും നടന്മാരുടെ രീതികളെക്കുറിച്ചും അവരുടെ സംഭാഷണവും അവരുടെ ഓരോ പ്രത്യേകതകളും അതിൽ രേഖപ്പെടുത്തുക തന്നെ വേണം. കഥയുടെ ഒരു വളർച്ച, കഥയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ തിരക്കഥയിൽ ചേർക്കാറുള്ളൂ. അനാവശ്യമായ രീതിയിലുള്ള സംബോധനകളോ മറ്റ് സംഭാഷണാംശങ്ങളോ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. കൂടാതെ ഇതിനെ ഒരു ടെക്നിക്കൽ റൈറ്റിംഗും കൂടിയായി നമ്മൾ കാണേണ്ടതുണ്ട്. സിനിമയെ നിർമ്മിക്കുവാനുള്ള ഒരു ഫ്രെയിം അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ്, അതിൻ്റെ ഒരു രൂപരേഖയാണ് തിരക്കഥ എന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡയറക്ഷൻ ടീമും നടീനടന്മാരും ആർട്ട് ഡയറക്ടറും ആർട്ടിൻ്റെ ടീമും മ്യൂസിക്കിൻ്റെ ടീമും എഡിറ്റിങ്ങിൻ്റെ ടീമും കോസ്റ്റ്യൂം മേക്കപ്പ് ഇങ്ങനെയുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാമാണികമായി എടുക്കുന്നത് തിരക്കഥയെ തന്നെയാണ്. അതുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടുന്ന സൂചനകൾ യഥാസന്ദർഭങ്ങളിൽ തിരക്കഥയിൽ സൂചിപ്പിക്കുക തന്നെ വേണം. ഇവിടെ നമുക്ക് നമ്മൾ ആദ്യം പഠിച്ച, കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച വ്രജഹരിതം എന്ന കഥയെ ഒരു തിരക്കഥയാക്കുവാൻ പരിശ്രമിക്കാം. തീർച്ചയായിട്ടും ഈ കഥ നമ്മൾ എടുക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ശാരികയും വൃക്ഷവും സർപ്പവും വേടനും താപസിയും ഒക്കെ തീർച്ചയായിട്ടും അതിൽ കഥാപാത്രങ്ങളാവേണ്ടതുണ്ട്. ഇതുകൂടാതെ അവിടെ മറ്റു പക്ഷികൾ, മറ്റു വൃക്ഷങ്ങൾ, കാറ്റ് മുതലായ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സൂര്യൻ മുതലായ കഥാപാത്രങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കണമോ എന്നുള്ളത് നമ്മൾ തിരക്കഥാകൃത്തിൻ്റെ ഒരു ചിന്തയുടെ ഭാഗമായി വരുന്നതാണ്. തിരക്കഥാരചനയിൽ അതിൻ്റെ ഹെഡിങ്ങിൽ സീൻ നമ്പർ, സീൻ 1, പകൽ ഓർ രാത്രി, ഇൻറ്റീരിയർ ഓർ എക്സ്റ്റീരിയർ, അല്ലെങ്കിൽ രണ്ടും കൂടി, ഏത് രീതിയിലാണെങ്കിലും, കൂടാതെ കഥ നടക്കുന്ന ലൊക്കേഷൻ, കഥാപാത്രങ്ങൾ, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ ഹെഡിങ്ങിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. തുടർന്ന് കഥയുടെ വിശദീകരണങ്ങൾ ആദ്യ കോളത്തിലും അതിലെ സംഭാഷണങ്ങൾ രണ്ടാമത്തെ കോളത്തിലും ടെക്നിക്കലി സൂചിപ്പിക്കേണ്ട കാര്യങ്ങളെ മൂന്നാമത്തെ കോളത്തിലുമായിട്ട് നമുക്ക് രേഖപ്പെടുത്താം. ഒന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് നമുക്കൊന്ന് നോക്കാം. പടിഞ്ഞാറെ ചക്രവാളത്തിൽ സൂര്യൻ അസ്തമിക്കാൻ തയ്യാറാകുന്നു. ചക്രവാളത്തിലൂടെ സ്വന്തം വൃക്ഷങ്ങളിലേക്ക് പക്ഷികൾ പറന്നു വരുന്നുണ്ട്. നായികയായ ശാരിക ഉണങ്ങിയ ഒരു വൃക്ഷത്തിൻ്റെ ശാഖയിലിരിക്കുന്നു. അവൾ ദുഃഖാകുലയാണ്. അവളെ ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ, പാൻ ചെയ്ത് അവളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം അവളുടെ ദൃഷ്ടി വിദൂരതയിൽ എവിടെയോ ആണ്. അവൾ ആത്മകഥം ഇങ്ങനെ പറയുന്ന ആത്മകഥം നമ്മൾ രണ്ടാമത്തെ കോളത്തിലാണ് എഴുതുക. ഇല്ല, ഞാൻ എൻ്റെ ഈ വൃക്ഷത്തെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല, ആര് വേണമെങ്കിലും പോയിക്കൊള്ളട്ടെ. വീണ്ടും നമ്മൾ ഒന്നാമത്തെ കോളത്തിൽ സന്ദർഭത്തെ എഴുതുകയാണ്. വേരു മുതൽ തലപ്പ് വരെ ഉണങ്ങി നിൽക്കുന്ന ഒരു വൃക്ഷം. അതിലങ്ങിങ്ങായി 2-3 ഇലകൾ നമ്മൾ കാണുന്നുണ്ട്.
പക്ഷേ ആ ഇലയെ അടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം 2 ദിവസത്തിനുള്ളിൽ അവ കൊഴിഞ്ഞ് പോകുന്നതാണ് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം ഈ ശാരിക എന്ന നമ്മുടെ നായിക ഇരിക്കുന്നതിൻ്റെ പുറകിലെ ഒരു ശാഖയിലിരുന്ന് 2 പക്ഷികൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. പക്ഷി 1 ആ മലഞ്ചെരിവിൽ കാണുന്ന വൃക്ഷത്തിലേക്ക് നമുക്ക് മാറിപ്പാർക്കാം. പക്ഷി 2 എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? പക്ഷി 1 പറയുന്നു, നമുക്ക് ശാരികയോടൊന്ന് ആലോചിക്കേണ്ടേ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശാരികയെ കാണിച്ചുകൊണ്ട് ശാരിക വീണ്ടും ഏതോ ഒരു ആലോചനയിലേക്ക് കടന്നു പോവുകയാണ്. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ 1ാമത്തെ സീൻ തിരക്കഥയായി എഴുതി നിർത്തുകയാണ്. കട്ട് ടു എന്നെഴുതി അടുത്ത സീനിലേക്ക് കൊടുക്കുന്നു, നിർത്തുന്നു. ഒരു കാര്യവും കൂടി, ഇതിൻ്റെ 3ാമത്തെ കോളത്തിലാണ് ക്യാമറയുടെ പൊസിഷൻ എങ്ങനെ വേണം, എന്ത് മ്യൂസിക് വേണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കോസ്റ്റ്യൂം ആവാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഓരോ സീനിലും കാണിക്കേണ്ടത്. അങ്ങനെ മറ്റ് സിനിമ നിർമ്മിക്കുമ്പോൾ അതിലിടപെടുന്ന മറ്റ് ടീം അംഗങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ 3ാമത്തെ കോളത്തിലാണ് രേഖപ്പെടുത്തി വയ്ക്കേണ്ടത്. ഈ രീതിയിൽ ഒന്നാലോചിച്ച് നമുക്ക് ചെറിയൊരു കഥയെ തിരക്കഥയാക്കി നോക്കുക എന്നുള്ള ഉദ്യമത്തിന് മുതിരാം. നമ്മുടെ പാഠഭാഗമായി വന്നിട്ടുള്ള പുത്രോ രക്ഷതി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നിങ്ങളൊന്ന് കണ്ട് ഈ കാര്യങ്ങളിലൂടെ മനസ്സിൽ വെച്ചുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. അതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു കുഞ്ഞു സിനിമ നമുക്ക് നിർമ്മിക്കാം.